അതുലിന്റെ ജീവിതം ചെറുപ്പം മുതലേ കഷ്ടപ്പാടിലാണ്. അവന്റെ വിധവയായ പാവപ്പെട്ട അമ്മ മറ്റുള്ളവരുടെ വീട്ടിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്തു. മറുവശത്ത് അതുൽ ആളുകളുടെ ഷൂ പോളിഷ് ചെയ്ത് കുറച്ച് പൈസ സമ്പാദിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അതുലിന്റെ അമ്മയ്ക്ക് TB ഉണ്ടെന്ന്. അവർ കിടപ്പിലുമായി. അതുൽ ദിവസം മുഴുവനും കഷ്ടപ്പെട്ടു. എന്നാൽ അവന്റെ കഷ്ടപ്പാട് പാഴായി. അവന്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ മരണവും സംഭവിച്ചു. 12 വയസ്സുള്ള അതുലിന്റെ തലയിൽ 8 വയസ്സുള്ള അനിയത്തി നിധിയുടെ ചുമതലയും വന്നു. അവൻ ഫുട്പാത്തിൽ ആളുകളുടെ ഷൂ പോളിഷ് ചെയ്ത് പൈസയുണ്ടാക്കി. ഒരിക്കൽ, ചെരുപ്പൊന്ന് പോളിഷ് ചെയ്യൂ സാർ. എനിക്ക് ചെരുപ്പൊന്നും പോളിഷ് ചെയ്യണ്ട. സാർ ചെരുപ്പൊന്ന് പോളിഷ് ചെയ്യൂ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി വിശന്ന് ചാകും. എന്ന് വെച്ചാൽ? എൻ്റെ അനിയത്തിക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ചെരുപ്പ് പോളിഷ് ചെയ്താണ് എന്റെയും അവളുടെയും വയറ് നിറയ്ക്കുന്നത്. ഇത് കേട്ട് രാജ്വീറിന് അവനോട് ദയ തോന്നി. ചെരുപ്പ് പോളിഷ് ചെയ്ത് നീ എത്ര സമ്പാദിക്കാനാ? ശരി, എനിക്ക് സ്വന്തമായി ഹോട്ടലുണ്ട്. നീ വന്ന് അവിടെ ജോലി ചെയ്തു. തൂത്തു തുടയ്ക്കുന്ന ജോലിയും പിന്നെ വിളമ്പിക്കൊടുക്കുകയും ചെയ്യണം. അതിനു പകരം എല്ലാ മാസവും ശമ്പളം തരാം. അതിനോടൊപ്പം ടിപ്പായി ആൾക്കാരുടെ കയ്യിൽ നിന്നും നിനക്ക് പണം കിട്ടും. സാറേ സത്യമാണോ? ശരി, ഞാൻ തയ്യാറാണ്. സാർ അവിടെ എന്തൊക്കെയാ ഉള്ളത്? ഡാൽ, റൊട്ടി, പനീർ, പിന്നെ ചിക്കൻ ഉൾപ്പെടെ എല്ലാമുണ്ട്. നീ വരുമ്പോൾ വേണമെങ്കിൽ നിന്റെ അനിയത്തിയും കൂടെ കൂട്ടിക്കൊണ്ടുപോരൂ. അടുത്ത ദിവസം അങ്ങനെ തന്നെ ചെയ്തു. അവൻ അനിയത്തിയോടൊപ്പം ആ ദിവസം മുതൽ ആ ഹോട്ടലിൽ പോയി അവിടെയുള്ള മസാലയുടെ മണം പിടിച്ച് അവനും ചിക്കൻ കഴിക്കാനുള്ള കൊതി തോന്നി. ചേട്ടാ, എന്റെ വായിൽ വെള്ളം വരുന്നു ഈ മണം കേട്ടിട്ട്. മിണ്ടരുത് കുഞ്ഞെ, നീ ഒരിടത്ത് പോയി മിണ്ടാതെ ഇരിക്ക്. ഞാൻ ജോലി ചെയ്യട്ടെ. അതുൽ അവിടെ ഇരിക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി. കുറച്ചുപേർ കൂടുതൽ ഓർഡർ ചെയ്തു. എന്നാൽ അവർ മുഴുവൻ കഴിക്കില്ല. കുറച്ച് ചിക്കനും റൊട്ടിയും അങ്ങനെ തന്നെ ബാക്കി വരും. ആ പ്ലേറ്റിലുണ്ടായിരുന്ന ബാക്കിയുള്ള ചിക്കന്റെയും റൊട്ടിയുടെയും മണം അതുലിന് സഹിക്കാൻ പറ്റിയില്ല. അവൻ മിണ്ടാതെ ബാക്കി വരുന്ന ഭക്ഷണമെല്ലാം ചേർത്തുവെച്ച് കുറച്ചു ദൂരെയായി ഇരുന്ന തന്റെ അനിയത്തിയുടെ അടുത്ത് വന്നു. പിന്നെ രണ്ടുപേരും ചേർന്ന് ചിക്കനും റൊട്ടിയും കഴിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ രാജ്വീർ അതുലിനോട് പറഞ്ഞു, അതുൽ, എല്ലാവരും നീ കാരണം സന്തോഷത്തില്ല. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നീ ഇനി അടുക്കള ജോലി ചെയ്താൽ മതിയെന്ന്. ശരി സാർ. അവനങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കാനും പഠിച്ചു. അവൻ നന്നായി ചിക്കനും റൊട്ടിയും ഉണ്ടാക്കാനും പഠിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അവനുണ്ടാക്കുന്ന ചിക്കനും റൊട്ടിയുമാണ് വേണ്ടത്. എന്നാൽ അവനോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് അവനോട് അസൂയ വന്നു. പിന്നെ ഒരിക്കൽ, എനിക്കറിയാം അതിൽ ഈ മോഷണം നീയാ ചെയ്തത്. അല്ല, കള്ളമാണ്. ഞാൻ മോഷണം ചെയ്തിട്ടില്ല. അപ്പോൾ രാജ്വീറും വന്നു. ഇവിടെ എന്താ കാര്യം? ആരാ മോഷ്ടിച്ചത്? മുതലാളി ഇവൻ പൈസ അടിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടതാ. വിശ്വാസമില്ലെങ്കിൽ ഒന്ന് തപ്പി നോക്കൂ. രാജ്വീർ അവന്റെ പോക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ നിന്നും 2000 രൂപ വീണു. അത് ബബ്ലു ആണ് മിണ്ടാതെ അവന്റെ കീശയിൽ 2000 രൂപ ഇട്ടത്. പൈസ കണ്ട് രാജ്വീർ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ വളരെ വലിയ തെറ്റാ ചെയ്തത്. നിന്നെ ഫുട്പാത്തിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നത്. മോഷണവും തുടങ്ങി. ഇല്ല സാർ, ഞാൻ മോഷണം ചെയ്തിട്ടില്ല. അമ്മയാണ് സത്യം. പോയിവിടെ നിന്ന്, എനിക്കൊന്നും കേൾക്കണ്ട. രാജ്വീർ അതുലിനെ ജോലിയിൽ നിന്നും പുറത്താക്കി. ബബ്ലു സന്തോഷിച്ചു, കാരണം അവൻ അതാണ് വേണ്ടത്. എന്താ ചേട്ടാ, ഇന്ന് ചിക്കനും റൊട്ടിയും ഒന്നുമില്ലേ? ഇനി മുതൽ ചിക്കനും റൊട്ടിയും ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല അനിയത്തി. കാരണം മുതലാളി എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കി. പക്ഷേ എന്തിനാ? അതുൽ നിധിയോട് എല്ലാം പറഞ്ഞു. ഇപ്പോൾ ചേട്ടന് തന്നെ ചിക്കനും റൊട്ടിയും ഉണ്ടാക്കാമല്ലോ. എവിടെയെങ്കിലും ജോലി നോക്കുന്നതിന് പകരം നമുക്ക് സ്വന്തമായി ജോലി ചെയ്യാം. അതുൽ ഇത് ചിന്തിച്ചതേയില്ല. എന്നാൽ അവന് അനിയത്തിയുടെ ഐഡിയ ഇഷ്ടമായി. അവൻ ചിക്കനും റൊട്ടിയുടെയും കടയിടാൻ തീരുമാനിച്ചു. ഇത്രയും വർഷം ഹോട്ടലിൽ ജോലി ചെയ്ത് അവൻ കുറച്ചു പൈസ സേവ് ചെയ്തിരുന്നു. 2 ദിവസത്തിനകം അവൻ തനിയെ ജോലി തുടങ്ങി. അവൻ വഴിയിൽ ചിക്കൻ റൊട്ടി ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. എല്ലാവരും അവന്റെ അടുത്ത് ചിക്കൻ റൊട്ടിയും കഴിക്കാൻ വന്നു. അവൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ചിക്കൻ വൈകുന്നേരമാകുമ്പോഴേക്കും അത് തീരും. അവന്റെ കച്ചവടം നന്നായി നടന്നു. അവിടെ അതുലിന്റെ കച്ചവടം നന്നായതുകൊണ്ട് രാജ്വീറിന്റെ കച്ചവടം കുറഞ്ഞു. അവരുടെ ചിക്കൻ റൊട്ടിയിൽ അതുലിന്റെ കൈകൊണ്ടുണ്ടാക്കിയ രുചിയുടെ അത്രയും ഇല്ല. എല്ലാവരും അവന്റെ കടയിലേക്ക് പോകാൻ തുടങ്ങി. രാജ്വീറിന്റെ ഹോട്ടലും ഇപ്പോൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയായി. എന്നാൽ ഒരിക്കൽ ബബ്ലു ആരോടോ സംസാരിക്കുന്നത് അയാൾ കേട്ടു. അയ്യോ, അതിലിന് ഞാനല്ലേ കള്ളക്കേസിൽ കുടുക്കി അവനെ പുറത്താക്കിയത്. അവന്റെ പോക്കറ്റിൽ 2000 രൂപ അടിച്ചു മാറ്റി ഞാനാ വെച്ചു കൊടുത്തത്. മുതലാളി വിശ്വസിക്കുന്നത് ആ മോഷണം അവൻ ചെയ്തെന്നാ. ഇപ്പോൾ രാജ്വീറിന് തന്റെ തെറ്റിന്റെ ശിക്ഷ കിട്ടി. അയാൾ അതുലിനെ അന്വേഷിച്ച് കടയിലേക്ക് പോയി. എന്നോട് ക്ഷമിക്കൂ അതുൽ. എല്ലാവർക്കും നിന്നെയാ വേണ്ടത്. എന്നാൽ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല നീ ഈ ജോലി ചെയ്യുമെന്ന്. സാർ, ഞാൻ നിങ്ങളുടെ പണമല്ല, പകരം ബഹുമാനമാണ് മോഷ്ടിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ജോലി നന്നായി ചെയ്യാൻ പറ്റുന്നത്.
നീ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് വരൂ അതുൽ, അല്ലെങ്കിൽ അടച്ചു പൂട്ടേണ്ടി വരും. ഇല്ല സാർ, ഇനി ഞാൻ താങ്കളുടെ കീഴിൽ പണിയെടുക്കില്ല. തെറ്റ് താങ്കളുടേതല്ല. താങ്കൾ വിഷമിക്കണ്ട. കുറച്ച് ദിവസത്തിനുള്ളിൽ അനിയത്തിയുടെ പഠിത്തം കഴിയും. ഞാൻ അവളോടൊപ്പം മുംബൈയിലേക്ക് പോവുകയാ. അവിടെയും ചിക്കൻ റൊട്ടിയുടെ പണി തുടങ്ങണം. അപ്പോൾ താങ്കളുടെ കച്ചവടം തിരിച്ചു കിട്ടും. നിന്റെ ആഗ്രഹം പോലെ മോനെ. ദൈവം നിന്നെ എന്നും രക്ഷിക്കട്ടെ. ഇത്രയും ദിവസം കടയിൽ പണിയെടുത്ത് അതിൽ കുറെ പണം സമ്പാദിച്ചു. നിധിയുടെ പഠിത്തം പൂർത്തീകരിക്കാനായി അവൾ മുംബൈയിലേക്ക് പോയി. അവിടെ അവൾക്ക് വലിയ കോളേജിൽ പ്രവേശനം കിട്ടി. അവനും പിന്നെയും ചിക്കൻ റൊട്ടിക്കട ആരംഭിച്ചു. അവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചിക്കൻ റൊട്ടി അവിടെയും വളരെ ഫേമസ് ആയി. ആളുകളുടെ കൂട്ടം തന്നെ കടയിലേക്ക് വരാൻ തുടങ്ങി. ദൂരെ നിന്നും പോലും ആൾക്കാർ ചിക്കൻ റൊട്ടി കഴിക്കാനായി വന്നു. അവന്റെ കച്ചവടവും കൂടി. ദിവസവും ആയിരങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി. അവന്റെ പട്ടിണിയും അവസാനിച്ചു. അവന്റെ ഉയർച്ച അവസാനിച്ചതേയില്ല. ഒരു ചെറിയ ചിക്കൻ റൊട്ടിക്കട ഇട്ടിരുന്നവന് ഇന്ന് മുംബൈ എന്ന വലിയ നഗരത്തിൽ വലിയ സ്വന്തം വീടും ഹോട്ടലും ഉണ്ട്. അപ്പൊ പിള്ളേരെ വരൂ, എല്ലാരും ഓരോരോ കോപ്പി എടുത്ത് എന്റെ ടേബിളിൽ കൊണ്ടുവെക്കൂ. എല്ലാരും ഹോംവർക്ക് ചെയ്തില്ലേ? അതെ മാഡം, ഞങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഈ ശ്യാം ഇവൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അതെന്താ അങ്ങനെ? ഷാമു, എന്തു പറ്റി? ഹോംവർക്ക് എന്താ ചെയ്യാത്തെ? പറയൂ. ഷാമു ഒന്നും മിണ്ടിയില്ല. ഇത് കണ്ട് മേഘ മാഡത്തിന് ദേഷ്യം വന്നു. മാഡം നേരെ അവന് ശിക്ഷ കൊടുക്കാനായി അവന്റെ കൈയെടുത്തപ്പോ ഞെട്ടിപ്പോയി. അവനോട് പറഞ്ഞു, അയ്യോ ഷാമു, നിന്റെ കൈക്കെന്താ പറ്റിയേ? ഈ തുണി എന്തിനാ കെട്ടിയിരിക്കുന്നത്? മാഡം, ഞാൻ പറഞ്ഞോട്ടെ? വേണ്ട, നീ മിണ്ടാതിരിക്കെ. ഞാൻ ഷാമുവിനോടല്ലേ ചോദിച്ചേ. ഷാമു മോനെ പറയൂ, എന്താ പറ്റിയത്? അതെ മാഡം, ഇന്ന് രാവിലെ സ്റ്റൗവിൽ റൊട്ടി ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ കൈയൊന്ന് പൊള്ളിപ്പോയി. അതിന് നീ എന്തിനാ റൊട്ടി ഉണ്ടാക്കാൻ പോയത്? നിന്റെ അമ്മ എവിടെ പോയി? അമ്മയ്ക്കൊട്ടും സുഖമില്ല മാഡം. അച്ഛൻ ടൗണിലുമാണ്. പണം ഉണ്ടാക്കാൻ പോയതാ. അതുകൊണ്ട് ഞാനാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്നെന്റെ കൈ പൊള്ളി. അതുകൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. ഷാമു പറഞ്ഞത് കേട്ട് മാഡത്തിന് സങ്കടം വന്നു. എന്തോന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഷാമു, ഇന്നാ ഈ പൈസ വെച്ചോ. നീ ഇന്റർവെൽ ആവുമ്പോ എന്തേലും പോയി വാങ്ങിച്ച് കഴിച്ചോണം. എങ്ങനെ കഴിക്കാനാ മാഡം? ഇവിടെ ഒന്നും കിട്ടില്ലല്ലോ. ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു. സർക്കാരിന്റെ ആ സ്കൂൾ സ്ഥാപിച്ചിരുന്നത് ഒരു ഉൾഗ്രാമത്തിൽ, ജസോദാപൂർ ഗ്രാമം. അവിടെ ആൾക്കാർക്ക് സാധനം വാങ്ങിക്കാൻ ഒരുപാട് ദൂരം നടന്ന് പോവേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് സ്കൂളിന്റെ അടുത്ത് ഒരു കടയോ ക്യാൻറ്റീനോ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. മേഘ മാഡത്തിന് ഇന്ന് രാമുവിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്നു. പൈസ കൊടുത്തിട്ടും പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ ടിഫിൻ എടുത്ത് രാമുവിന് കൊടുത്തു. എന്നിട്ട് അവനോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇന്നാ ഷാമു, നീ ഇത് കഴിച്ചോ. ആ പിന്നെ നിന്റെ അമ്മയുടെ അസുഖം മാറുന്നവരെ നിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ തന്നുവിടാം, കേട്ടോ? മേഘ മാഡം പറഞ്ഞത് കേട്ട് ഷാമുവിന് സന്തോഷമായി. അപ്പോഴേക്കും സ്കൂളിലെ ക്ലർക്ക് അവിടെ വന്ന് പറയും, ആ മാഡം, പ്രിൻസിപ്പൽ നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. ശരി, ഞാൻ ക്ലാസ് കഴിഞ്ഞു വന്ന് സാറിനെ കണ്ടോളാം. അല്ല മാഡം, സാറ് നല്ല ദേഷ്യത്തിലാ. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ ക്ലാസ് എടുക്കുകയല്ലേ. മേഘ അങ്ങനെ പറഞ്ഞ് ക്ലർക്കിനെ അവിടെ നിന്ന് അയച്ചു. അങ്ങനെ തികച്ച് 2 മാസം കഴിഞ്ഞ്, അപ്പൊ ഷാമു, ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്തായിരുന്നോ? അതെ മാഡം, കഴിഞ്ഞു. സുമിത്, ഇമ്പോസിഷൻ എഴുതിയായിരുന്നോ? അതെ മാഡം. നല്ല കാര്യം. സ്കൂള് വിടാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് മാഗി ഉണ്ടാക്കണം. നിങ്ങൾ അപ്പോഴത്തേക്ക് എല്ലാം പഠിച്ചിരിക്കട്ടോ. അല്ല മാഡം, മാഗി ഉണ്ടാക്കാൻ ഞങ്ങൾ മാഡത്തെ സഹായിക്കട്ടെ? ഇല്ല ഇല്ല ഷാമു, നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്ക്. ബാക്കി ഞാൻ ചെയ്തോളാം. ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. നന്നായി പഠിപ്പിക്കുന്ന ടീച്ചറിന് സ്കൂള് വിടേണ്ടി വന്നു. അതിനു പകരം ജീവിക്കാൻ വേണ്ടി ചെറിയൊരു മാഗി കട തന്നെ ഇടേണ്ടി വന്നു. അത് സത്യമാണ്. മേഘേനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അതേ സ്കൂളിന്റെ പുറത്തു തന്നെ മാഗി വിൽക്കുന്ന കടയും. ആ കടയിൽ ഇന്റർവെൽ സമയത്തും സ്കൂള് വിടുന്ന സമയത്തും നല്ല തിരക്കായിരുന്നു. മാഡം, എനിക്കൊരു മാഗി തരൂ. മാഡം, എനിക്കും വേണം. മാഡം, എനിക്കൊരു 3 പ്ലേറ്റ് മാഗി തരൂ. ഓഹോ, ആ 3 പ്ലേറ്റും നീയാണോ തിന്നാൻ പോണേ? അല്ല മാഡം, ഒന്ന് എനിക്കും ഒന്ന് കനയ്യയ്ക്കും ഒന്ന് ഗോറിക്കുമാണ്. ഓ, എന്നാ ശരി ശരി. അങ്ങനെ മേഘ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മാഗി ഓരോ പ്ലേറ്റിലാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കും. കുറച്ച് നിമിഷം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ മാഗി മുഴുവൻ തീർന്നിരുന്നു. അപ്പോഴേക്ക് തന്നെ മേഘയുടെ കടയുടെ സൈഡിലായിട്ട് ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു. ഒരു പ്ലേറ്റ് മാഗി തരാമോ? സോറി സർ, നിങ്ങളൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഞാനിപ്പോ തന്നെ ഉണ്ടാക്കി തരാം. ഏയ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഉണ്ടായിക്കോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. അയാളുടെ പേര് അഭിലാഷ് എന്നായിരുന്നു. മേഘ മാഗി ഉണ്ടാക്കണതും നോക്കി അയാൾ അവിടെ നിന്നു. അപ്പോഴാണ് താഴെ ഇരിക്കുന്ന പിള്ളേരെ കണ്ടത്. മേഘ ആഹാരം ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് അഭിലാഷ് മേഘയോട് ചോദിച്ചു,
ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ? പോയിരുന്നു. പക്ഷേ പുതിയ സാറ് വന്നപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാഡത്തിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വന്നത്. സുമിത്, മിണ്ടരുത്. പോയിരുന്ന് പഠിച്ചേ. സർ, ഇന്നാ നിങ്ങളുടെ മാഗി. മേഘ വിഴക്ക് കറയുന്നത് കേട്ട് അഭിലാഷിന് ഒന്നും പറയാൻ പറ്റിയില്ല സുമിത്തിനോട്. അയാൾ അവിടുന്ന് മാഗി കഴിച്ച് മേഘയ്ക്ക് അതിന് പൈസയും കൊടുത്ത് അവിടെ നിന്ന് പോയി. മേഘ ഞെട്ടിപ്പോയി. കാരണം ആ വണ്ടി നേരെ പോയത് സ്കൂളിന്റെ അകത്തേക്കായിരുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല സാർ. സാർ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. സാറിനെ ആരോ തെറ്റായി ഇൻഫർമേഷൻ തന്നിരിക്കുക. തെറ്റും ശരി ഏതാണെന്ന് ഞാൻ കണ്ടെത്തിക്കോളാം പ്രിൻസിപ്പാളെ. എനിക്ക് നിങ്ങളുടെ സ്റ്റാഫ്സിനെയൊക്കെ ഒന്ന് കാണണം, പിന്നെ കുട്ടികളെ. അല്ല സാറേ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സാറിൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നേ. സാറിന് വേണ്ടി ഒരു സ്പെഷ്യൽ ലഞ്ച് റെഡിയാക്കാം. അതിനുശേഷം ഞാനിവിടെ ലഞ്ച് കഴിക്കാനല്ല, ഈ സ്കൂളിൽ ഇൻസ്പെക്ഷന് വന്നതാണ് ചൗധരി. നിങ്ങൾ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. അഭിലാഷ ജില്ലയിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരുന്നു. വന്നത് ഇൻസ്പെക്ഷന് വേണ്ടിയായിരുന്നു. മേഘയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമായി. എന്നിട്ട് എന്ത് സത്യമാണോ പറയുന്നത്? ആ മാഗിക്കട നടത്തുന്ന ആൾ ഇവിടുത്തെ ടീച്ചറായിരുന്നു. അവരുടെ ജോലി കളഞ്ഞതാരാ? എന്തിന്? കുറേ നാളുകളായി മേഘ മാഡം ഈ വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു സാർ. അങ്ങനെ ഒരു ദിവസം അതിൻ്റെ അവസാനം എത്തി. സർ, നിങ്ങളെന്നെ വിളിച്ചിരുന്നോ? വിളിച്ചത് അരമണിക്കൂർ മുമ്പായിരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോഴാണ് വന്നത്. നിങ്ങളുടെ ഈ അച്ചടക്കമില്ലായ്മ ഉണ്ടല്ലോ, നിങ്ങളെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരും. സർ, അതെന്റെ ക്ലാസ് എടുക്കുന്ന സമയമായിരുന്നു. ഞാൻ ക്ലാസ് വിട്ടിട്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ അത് ഇൻഡിസിപ്ലിൻ ആയി പോയേനെ. എനിവേ, സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനാണല്ലോ ഞാൻ ശ്രമിക്കുന്നത്, പക്ഷെ നിങ്ങൾ കേൾക്കുന്നില്ല. നോക്കൂ മേഘ, പറഞ്ഞ കാര്യം അംഗീകരിച്ച് ട്രാൻസ്ഫറിന് തയ്യാറായിക്കോളൂ. അല്ലെങ്കിൽ സർ, ഞാൻ സാറിനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് ഇവിടുന്ന് പോവണ്ട എന്ന്. സാറിന്റെ ബന്ധുവിനോടെ കൊണ്ടുവരണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഇട്ടോളൂ. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്നെ ആവശ്യമുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല. മേഘ മാഡം അത് സമ്മതിച്ചില്ല. പിന്നെ പ്രിൻസിപ്പാൾ മേഘ മാഡത്തെ മോഷണക്കുറ്റം ചുമത്തി ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അല്ല, അതെങ്ങനെ? മോഷണത്തിന് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ? മേഘ എന്തുകൊണ്ട് പരാതിയൊന്നും പറഞ്ഞില്ല? എങ്ങനെ ചെയ്യാനാണ്? പ്രിൻസിപ്പാൾ ഭയങ്കര ബുദ്ധിമാനല്ലേ. സ്കൂളിൽ നിന്ന് കമ്പ്യൂട്ടർ മോഷ്ടിച്ചെടുത്ത് രാത്രി അത് മേഘ മാഡത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഗ്രാമത്തിലുള്ള ചിലർക്കെല്ലാം പൈസയൊക്കെ കൊടുത്ത് മേഘ മാഡത്തിനെതിരെ മൊഴിയെടുക്കുകയും ചെയ്തു. ഇനി പറയൂ സാർ, പാവം മേഘ മാഡം എന്ത് ചെയ്യാനാ? എന്നിട്ടും അവരുടെ മനസ്സൊന്ന് നോക്കൂ. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും അവർ ഈ ഗ്രാമത്തെയും ഇവിടുത്തെ കുട്ടികളെയും വിട്ടു പോയില്ല. കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് കണ്ട് അവരൊരു മാഗി കടയും തുടങ്ങി വെച്ചു. ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. സത്യാവസ്ഥ മുഴുവൻ അറിഞ്ഞപ്പോൾ അഭിലാഷിന് സങ്കടം തോന്നി. അഭിലാഷ് രണ്ടും കൽപ്പിച്ച് കാര്യം തീരുമാനിച്ചു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും, മിസ് മേഘ, ഇന്നു മുതൽ നിങ്ങളാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ. മിസ്റ്റർ ചൗധരിയും അയാളുടെ ആളുകളും സസ്പെൻഡഡാണ്. ഇന്നു മുതൽ നിങ്ങൾ മാഗിക്കട അവസാനിപ്പിച്ച് സ്കൂളിലേക്ക് വരണം. എനിക്ക് വേണ്ടി ചെയ്തു തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ സർ, മാഗിയുടെ കട നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭക്ഷണം അത് പിള്ളേർക്ക് അത്യാവശ്യമല്ലേ. ഞാൻ ഈ കട സ്കൂളിന്റെ അകത്ത് ഒരു ക്യാൻറ്റീൻ്റെ രൂപത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. അഭിലാഷ് സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മേഘ ഗ്രാമത്തിൽ മാഗി ഉണ്ടാക്കുന്ന മാഡമായിട്ട് തന്നെ മാറി. ആ ഗ്രാമത്തിലെ പിള്ളേരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ അവൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. Thanks for watching.